ഹമാസ് ഒരിക്കലും ആയുധം വെച്ച് കീഴടങ്ങില്ലെന്ന ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖാലിദ് മിഷാലിന്റെ പ്രഖ്യാപനം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി US മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കില്ലെന്നാണ് നിലപാട്. ഖത്തറിലെ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്ന ഖാലിദ് ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ മുൻനിരയിലുള്ള ആളാണ്. ആയുധം കൈമാറുന്നത് ഹമാസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ആകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇത് ട്രംപിനുള്ള വെല്ലുവിളി കൂടിയാണ്. പ്രതിരോധത്തെയും അതിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങളെയും ക്രിമിനൽ വൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവില്ല. അധിനിവേശത്തിന് കീഴിലുള്ള ജനതയുടെ പ്രതിരോധം എന്നത് അവരുടെ അവകാശമാണെന്നും അത് ലോകത്തെ മറ്റ് രാഷ്ട്രങ്ങൾ അഭിമാനപൂർവ്വം കാണുന്ന ഒന്നാണെന്നുമാണ് മിഷാൽ പറഞ്ഞത്. ഗാസയുടെ ഭരണം പാലസ്തീനികൾ തന്നെ നിർവഹിക്കണമെന്ന നിലപാടിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് രൂപീകരിച്ച ബോർഡ് ഓഫ് പീസ് എന്ന സംവിധാനം ഗാസയുടെ മേൽ വിദേശ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ഉണ്ടാകരുതെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഗാസയിലെ ജനങ്ങൾക്കും പാലസ്തീനുമായുള്ളതാണ് ഗാസയെന്നും അവിടെ വിദേശ ഭരണമോ പുറത്തുനിന്നുള്ളവരുടെ അധികാരമോ സ്വീകാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗാസയിലെ നിരായുധീകരണം ഒരു വിഷയമായി എടുത്തിട്ടുണ്ട്. എന്നാൽ ആയുധം കൈമാറുന്നത് ഹമാസിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലുമാകില്ല. എന്നിരുന്നാലും ഭാവിയിൽ നിലവിൽ വന്നേക്കാവുന്ന പാലസ്തീൻ ഭരണകൂടത്തിന് ആയുധങ്ങൾ കൈമാറുന്ന കാര്യം പരിഗണിച്ചേക്കാമെന്ന സൂചനയും സംഘടന നൽകുന്നുണ്ട്. ഗാസയുടെ പുനർനിർമ്മാണത്തിനും സഹായം എത്തിക്കുന്നതിനും സന്തുലിതമായ ഒരു സമീപനം ബോർഡ് ഓഫ് പീസ് സ്വീകരിക്കണമെന്നും മിഷാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 നടത്തിയ കടന്നാക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഒക്ടോബർ 7 ആക്രമണം ഇസ്രായേലിന്റെ അധിനിവേശത്തിനുള്ള മറുപടിയായാണ് ഹമാസ് കാണുന്നത്. അതേസമയം ഗാസയിൽ സമാധാനം വരണമെങ്കിൽ ഹമാസിനെ നിരായുധീകരിച്ചേ മതിയാകൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 20,000 പോരാളികളും 60,000 കലഷ്നിക്കോവ് തോക്കുകളും ഇപ്പോഴും ഹമാസിന്റെ പക്കലുണ്ട്. കൂടാതെ ഹമാസ് തലവൻ യഹ്യ സിൻവർ കൊല്ലപ്പെട്ടിട്ട് 1 വർഷത്തിലേറെയായ സാഹചര്യത്തിൽ പുതിയ മേധാവിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങളും ഹമാസ് കഴിഞ്ഞ മാസം നടത്തിയിരുന്നു. പുതിയ മേധാവിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. വെസ്റ്റ് ബാങ്ക്, ഗാസ മുനും പ്രവാസത്തിൽ കഴിയുന്നവർ എന്നിവരുൾപ്പെടെ 50 അംഗങ്ങളുള്ള ഹമാസിന്റെ ഷൂറ കൗൺസിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗാലിൽ അൽ ഹയ്യ, ഗാലിൽ മിഷാൽ എന്നിവരിൽ ഒരാൾ ഹമാസ് തലവനാകുമെന്നായിരുന്നു വിലയിരുത്തൽ. ഖത്തറിൽ താമസിക്കുന്ന ഈ 2 മുൻനിര നേതാക്കളും സിൽവർ കൊല്ലപ്പെട്ടതിനു ശേഷം ഹമാസിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന 5-അംഗ സമിതിയുടെ ഭാഗമാണെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2025 സെപ്റ്റംബറിൽ ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഗലീൽ അൽ ഹയ്യയും ലക്ഷ്യമിട്ടിരുന്നു. 2024 ഒക്ടോബറിലാണ് യഹ്യ സിൻവറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.